ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇപ്പം നോക്കിയിട്ടുണ്ടാവും അല്ലേ? ആ റിസൾട്ട് കണ്ട ശേഷം വിദ്യാർത്ഥികൾ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് സ്കൂൾസിനെ കുറിച്ചിട്ട്. പല വിദ്യാർത്ഥികൾക്കും അവർ ആഗ്രഹിച്ച സ്കൂളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓപ്പൺ ഔട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ഓപ്പൺ ഔട്ട് എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ പല കുട്ടികളും അവർ വിചാരിച്ച സ്കൂളിലേക്കൊന്നും ആയിരിക്കില്ല അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക. സോ കുട്ടികൾ നല്ല പാനിക്കായിരിക്കും, നല്ല ടെൻഷനിലായിരിക്കും. ചില കുട്ടികൾ ഫ്രസ്ട്രേഷനിലായിരിക്കും, ഇത്രയും മാർക്ക് കിട്ടിയിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ച സ്കൂൾ കിട്ടാത്തത് എന്നുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത്, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് +1 ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളുകൾ നൽകുന്നത് മാർക്ക് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അതേസമയം ഈ കുട്ടി താമസിക്കുന്ന പഞ്ചായത്ത്, താലൂക്ക്, അതേപോലെ സ്കൂൾ, പഠിച്ച സ്കൂൾ ഏതാണ്, ഏത് സിലബസിലാണ് പഠിച്ചത് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ നോക്കിയിട്ടാണ്. ഇതെല്ലാം നോക്കിയിട്ട് അതോടൊപ്പം നിങ്ങളുടെ ഗ്രേഡ് കൂടി നോക്കിയിട്ട് WGP അഥവാ വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് WGP അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്നത്. പല കുട്ടികളും സ്കൂളുകൾ കൊടുക്കുന്നതിനുള്ള പിഴവ് കൊണ്ടാണ് അവർക്ക് അഡ്മിഷൻ നഷ്ടമാകുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജില്ലയിലെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്കൂൾ ഏതോ ആയിക്കോട്ടെ, ആ സ്കൂളിലേക്ക് കേരളത്തിൽ എവിടെ നിന്നും കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. സോ നിങ്ങൾ കൊടുത്ത സ്കൂളിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ചിലപ്പോൾ ആകെ 60 സീറ്റോ 100 സീറ്റോ മാത്രമേ ഉണ്ടാവും. പക്ഷേ 100 കണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. സോ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇതെല്ലാം പരിഗണിച്ച് പല ഘടകങ്ങൾ നോക്കി ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്നത്. 2, അലോട്ട്മെൻറ്റ് സ്കൂൾ കൊടുത്തതിലുള്ള പിഴവുകൾ. ഞാൻ നിങ്ങൾക്ക് ആദ്യം അലോട്ട്മെൻറ്റ് സ്കൂൾ കൊടുത്തതിലെ പിഴവ് എന്താണെന്നും എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഒരു സ്കൂൾ അലോട്ട്മെൻറ്റിൽ നൽകുന്നതെന്നും ഒന്ന് വ്യക്തമാക്കി തരാം. നോക്കുക, ഞാനിവിടെ 6 സ്കൂളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനുള്ള 6 സ്കൂളുകളാണ് എന്ന് കരുതുക. ഇവിടെ ഞാൻ എൻ്റെ നാട്ടിലുള്ള 6 സ്കൂളുകളുടെ പേരാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എനിക്കറിയുന്ന 6 സ്കൂളുകളുടെ പേരാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓർഡറിൽ, ഇതേ ഓർഡറിലാണ് സ്കൂളുകൾ കൊടുത്തത് കരുതുക. അലോട്ട്മെൻറ്റ് പൂർണ്ണമായും നടക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ നിയന്ത്രിത സംവിധാനത്തിലാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനത്തിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. സോ നിങ്ങളുടെ മാർക്കും നിങ്ങൾക്കുള്ള മറ്റ് ബോണസ് പോയിൻറ്റുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ ഓർഡറിലാണ് നിങ്ങൾ കൊടുത്തത് എങ്കിൽ അവരാദ്യം നോക്കുക, ഒന്നാമതായിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത സ്കൂൾ ചക്കാലക്കൽ HSS, ആ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ കഴിയുമോ എന്ന് നോക്കും. കഴിയില്ലെങ്കിൽ നേരെ താഴോട്ട് വരും. രണ്ടാമത്തെ സ്കൂൾ MJHS, അവിടെ അഡ്മിഷൻ തരാൻ പറ്റുമോ നോക്കും. അവിടെയും തരാൻ കഴിയില്ലെങ്കിൽ 3ാമത്തെ സ്കൂൾ നോക്കും. അതും കഴിയില്ലെങ്കിൽ 4ാമത്തെ സ്കൂൾ നോക്കും. ഇങ്ങനെ താഴോട്ട് നോക്കിയാണ് പോവുക. സോ നിങ്ങൾ പോകാൻ ഏറ്റവും ആഗ്രഹമുള്ള സ്കൂളുകളും കിട്ടാൻ ഏറ്റവും താല്പര്യമുള്ള കോഴ്സുകളുമാണ് ആദ്യം കൊടുക്കേണ്ടത്. പല കുട്ടികൾക്കുമുള്ളൊരു സംശയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ഈ ചക്കാലക്കൽ HSS ആ കുട്ടി സയൻസിനും കൊമേഴ്സിനും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സയൻസാണ് താല്പര്യം, സയൻസ് ഗ്രൂപ്പാണ് താല്പര്യം. സയൻസ് ഗ്രൂപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ കൊമേഴ്സ് മതി എന്നാണ്. സയൻസ് ഗ്രൂപ്പാണ് കിട്ടാൻ താല്പര്യമെങ്കിൽ ആദ്യം ആ കുട്ടി ഈ കൊടുത്ത സ്കൂളുകളെല്ലാം സയൻസ് കൊടുക്കും. വ്യത്യസ്ത സ്കൂളുകളെല്ലാം സയൻസ് കൊടുത്ത ശേഷം മാത്രമേ പിന്നീട് കൊമേഴ്സ് കൊടുക്കാവൂ. ഒന്നാമത് കൊടുത്ത അതേ സ്കൂളിൽ കൊമേഴ്സും താല്പര്യമുണ്ടെങ്കിൽ പോലും ആദ്യം അത് കൊടുത്ത് രണ്ടാമത് അതേ സ്കൂളിൽ കൊമേഴ്സ് കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സയൻസ് ഗ്രൂപ്പാണ്. സോ സയൻസ് ഗ്രൂപ്പ് കിട്ടാവുന്ന എല്ലാ സ്കൂളും കൊടുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും 7ാമത് അല്ലെങ്കിൽ അവസാനമായിട്ടേ ഇതേ സ്കൂൾ സെലക്ട് ചെയ്ത് കൊമേഴ്സ് ഗ്രൂപ്പ് കൊടുക്കാൻ പാടുള്ളൂ. പല കുട്ടികളും ഒരേ സ്കൂളിൽ 2 കോഴ്സ് ആയതുകൊണ്ട് ഒന്നാമത് ആ സ്കൂളിലെ സയൻസും രണ്ടാമത് അതേ സ്കൂളിലെ കൊമേഴ്സും കൊടുക്കും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കും, കമ്പ്യൂട്ടർ ആദ്യം സയൻസ് തരാൻ തരുമോ നോക്കും, പറ്റില്ല. രണ്ടാമത് കൊടുത്തത് കൊമേഴ്സ് ആയതുകൊണ്ട് കൊമേഴ്സ് തരാൻ കഴിയുമോ എന്നാണ് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് മാറും. സോ സ്കൂൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളുകളാണ് കൊടുക്കേണ്ടത്. ഇനി പല കുട്ടികൾക്കും റിസൾട്ട് വന്ന സമയത്ത് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത സ്കൂളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ കരുതുന്നത് ഞാൻ ആ സ്കൂൾ കൊടുത്തതുകൊണ്ടല്ലേ എനിക്കത് കിട്ടിയത്, ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന്. ഉദാഹരണത്തിന് ഞാനൊരു സാമ്പിൾ സ്കൂൾ എഴുതുകയാണ്, ABC സ്കൂൾ. ഈ ABC സ്കൂളാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആ സ്കൂളാണ് കിട്ടാൻ പോകുന്നത് കരുതുക. ഈ ABC സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടി. നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് അത് കിട്ടി. പല കുട്ടികളും ഓടിച്ചെന്ന് ഇത് കിട്ടി, ഈ സ്കൂൾ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് പലവരും എഡിറ്റ് ചെയ്യുമ്പോൾ ഈ സ്കൂൾ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ പോകും.
അതിൻ്റെ മണ്ടത്തരം എന്താണെന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. ഈ കൊടുത്തിരിക്കുന്ന 6 സ്കൂളുകളിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരാൻ കഴിയില്ലെങ്കിൽ മാത്രമേ 7ാമത്തെ സ്കൂളായിട്ട് ABC സ്കൂൾ പരിഗണിക്കൂ. ഈ 6 സ്കൂളും കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് 7ാമത് കൊടുത്തിരിക്കുന്ന ABC സ്കൂൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ സ്കൂളിൽ കിട്ടുമെന്ന് പേടിച്ച് ഈ സ്കൂൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോഫ്റ്റ്വെയർ വീണ്ടും നോക്കും, ഈ 6 സ്കൂൾ തരാൻ കഴിയുമോ? ഇല്ല. 7ാമത് കൊടുത്ത ABC സ്കൂൾ നിങ്ങൾ വെട്ടിക്കളഞ്ഞാൽ, റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അതിനർത്ഥം താഴോട്ടൊരു സ്കൂളും ബാക്കിയില്ല എന്നാണ്. സോ നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ വരും. അതേസമയം ഈ സ്കൂൾ അവിടെ അവസാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവസാനത്തെ ഓപ്ഷൻ നിലയിൽ നിങ്ങൾക്ക് ആ സ്കൂളെങ്കിലും കിട്ടും. നമുക്ക് +1 +2 പഠിച്ചേ പറ്റൂ. നമുക്ക് ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയില്ല എന്ന് കരുതി പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒരു രക്ഷയുമില്ലെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ പോകേണ്ടി വരില്ലേ? സോ അവസാന ഓപ്ഷനായിട്ട് നിങ്ങൾ അത്തരം സ്കൂളുകൾ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളുകളും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളും കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾ പ്രൈവറ്റായിട്ട് +1 +2 പഠിക്കേണ്ടി വരും. സോ ഇപ്പം കിട്ടിയ സ്കൂള് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ് എന്ന് കരുതി വെട്ടിക്കളയരുത്. നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുപോകുക. കാരണം കറൻ്റ്ലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ആ സ്കൂളിൽ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് ആ സ്കൂൾ കൊടുത്തത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഈ ഓപ്ഷൻ കൊടുക്കുന്നതിന് ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെന്നറിയോ? ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് 1, 2, 3 സ്കൂളുകൾ കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് 4ാമത് കൊടുത്ത GVHS താമരശ്ശേരിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് കരുതുക. ഈ അഡ്മിഷൻ കിട്ടുന്നതോട് കൂടിയിട്ട്, ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതോട് കൂടിയിട്ട് ഈ 2 സ്കൂളുകളിലേക്കും പിന്നീട് നിങ്ങളെ പരിഗണിക്കില്ല. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ ഇതിന് മുകളിലേക്കുള്ള സ്കൂളുകളിൽ മാത്രമേ പരിഗണിക്കൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്കൂൾ കൊടുക്കുന്ന ഓർഡർ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ എന്നതിൽ 1, 2, 3, 4 എന്ന രീതിയിലേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ തോന്നിയ ഓർഡറിൽ കൊടുക്കരുത്. പിന്നെ ഏറ്റവും താല്പര്യമില്ലാത്ത സ്കൂളാണെങ്കിൽ പോലും നിങ്ങൾ കിട്ടാനൊരു സാധ്യതയുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവസാനം കൊടുക്കുക. ഒരു സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്കൂൾ നിങ്ങളെ എടുക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.